അതെ, ഗ്രഹണം പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ട പോലെ എന്നൊരു ചൊല്ലുണ്ട്. അതിൻ്റെ പൊരുൾ എന്താണെന്ന് ഒരു 10-26 വയസ്സ് വരെ എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ PGക്ക് പഠിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ഇത് കൊണ്ടുവരാറുണ്ട്. അവരെല്ലാവരും ഇത് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കണ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കും. ഒരു കഷ്ണം പോലെടുത്ത് ഞാൻ രുചി നോക്കാറുണ്ടായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടേക്ക് പോയപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ ഒരു മേമയുണ്ട്. ആളാണ് ഇത് നന്നായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അതാദ്യം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഓർത്തു, ഇത്ര നാളിത് കഴിക്കാതിരുന്നത് വലിയ നഷ്ടമായിരുന്നു അല്ലേ. അതിപ്പോൾ ബിന്ദുമേമ ഉണ്ടാക്കി തന്നതിൻ്റെ രുചി കൂടുതൽ കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് എൻ്റെ വീട്ടിലിത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അമ്മ ഇതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി കുക്കറിൽ 2 വിസിൽ വരെ അടിക്കാൻ വെച്ചു. പിന്നെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറിയ ഉരുളിലിട്ട് ചതച്ചെടുത്തു. നല്ലതുപോലെ ചതച്ചെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ലേശം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തീരാറാവുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂത്ത് വരുന്ന മണം കേൾക്കുമ്പോൾ തന്നെ കൊതിയാവില്ലേ. ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ ചതച്ച മുളക് ഇത്രയൊന്ന് ഇട്ട് കൊടുക്കാം. ഈ മുളകെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അമ്മ ഇതെങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ബിന്ദുമേമ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാവണേന്ന്. ആ വീടൊക്കെ ഹൈവേ വന്ന് പോയപ്പോൾ ഞങ്ങളൊക്കെ വേറെ വേറെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അവരൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ശരിക്കും അവരുടെ മോളെപ്പോലെ തന്നെയാണ് എന്നെയൊക്കെ കണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ മകൾ അവിടെ നിന്ന് കല്യാണം കഴിച്ച് പോയപ്പോഴാണ് ഞാൻ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് ചെല്ലുന്നത്. അപ്പോൾ അവരെ മോളെപ്പോലെ തന്നെ എന്നെ നോക്കിയതുകൊണ്ട് അവിടെ എന്തുണ്ടാക്കിയാലും എനിക്ക് തരുമായിരുന്നു. മേമ ഉണ്ടാക്കുന്നതെല്ലാം നല്ല രുചിയുള്ളതായിരുന്നു കേട്ടോ. കുഞ്ചനായാലും മിഠായിയൊക്കെ എനിക്ക് വാങ്ങിക്കൊണ്ട് തരുമായിരുന്നു. ആദ്യം എപ്പോഴും കണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഒന്ന് കാണാൻ കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മളുടെ ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടാവുമെന്നാണ് കണ്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. പാചകത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മ ഒട്ടും പുറകിലല്ലാത്തതുകൊണ്ട് നല്ല രുചി ഉണ്ടാവുമെന്ന് എനിക്കിത് കാണുമ്പോൾ തന്നെ. 2 വിസിലടിച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുക്കർ 3 വിസിലടിച്ചതുകൊണ്ട് വേവ് ഇത്തിരി കൂടിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, എനിക്കിതൊക്കെ ഇഷ്ടപ്പെടും. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഹായ്, നല്ല രുചി.